കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രസവ ശസ്ത്രക്രിയയ്ക്കിടെ വയറ്റിൽ കത്രിക കുടുങ്ങി ദുരിത ജീവിതം പേറുന്ന ഹർഷീന വീണ്ടും സമരത്തിലേക്ക്. തനിക്ക് നീതി നേടിത്തരാൻ സർക്കാരിന് സാധിച്ചില്ല എന്ന് ഹർഷീന ആരോപിച്ചു. ഈ മാസം 29-ന് കളക്ടറേറ്റിനു മുന്നിൽ ഏകദിന സത്യാഗ്രഹം നടത്തും. 2017 മൂന്നാമത്തെ പ്രസവത്തിനായി നടത്തിയ ശസ്ത്രക്രിയയ്ക്കിടെയാണ് ഹർഷീനയുടെ വയറ്റിൽ ഡോക്ടർമാർ കത്രിക മറന്നുവെച്ചത്. തുടർച്ചയായി ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടിയപ്പോൾ നടത്തിയ പരിശോധനയിൽ വയറ്റിൽ കത്രിക കണ്ടെത്തി. 1736 ദിവസം കൊടിയ വേദന സഹിച്ചു ഹർഷീന. സംഭവത്തിൽ ശസ്ത്രക്രിയ ചെയ്ത 2 ഡോക്ടർമാരും 2 നഴ്സുമാരും ഉൾപ്പെടെ 4 പേരെ പ്രതി ചേർത്ത് മെഡിക്കൽ കോളേജ് പോലീസ് 2023 കുന്നമംഗലം കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു. 2024 ജൂലൈ 20-ന് വിചാരണ ആരംഭിക്കേണ്ടതായിരുന്നു. എന്നാൽ പ്രതികൾ ഹൈക്കോടതിയെ സമീപിക്കുകയും വിചാരണയ്ക്ക് സ്റ്റേ നേടിയെടുക്കുകയും ചെയ്തു. നേരത്തെയും ഹർഷീന സമരം നടത്തിയിരുന്നു. പക്ഷേ നീതി ലഭിച്ചില്ല. മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയുമെല്ലാം തനിക്കൊപ്പമാണെന്ന് പറയുമ്പോഴും നീതി ലഭിച്ചില്ലെന്ന് ഹർഷീന പറയുന്നു. ഇത്രയും കാലമായിട്ടും ഒരു തരത്തിലുള്ള നീതി ഉറപ്പാക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. എപ്പം എവിടെ എങ്ങനെ ചോദിച്ചാലും ഹർഷീനക്കൊപ്പമാണ്, നീതി ഉറപ്പാക്കും, അനുഭവിച്ച വേദന സത്യമാണ്, അതിനുള്ളൊരു പരിഹാരം ഉണ്ടാവുമെന്ന് പറയാന്നല്ലാതെ ഇത്രയും വലിയൊരു അശ്രദ്ധ കൊണ്ട് ഇത്രയും വലിയൊരു വേദന, ഇത്രയും വലിയ പ്രയാസം, ഇത്രയും വലിയ നഷ്ടങ്ങൾ ഉണ്ടായിട്ട് ഇതുവരെ ഒരു തരത്തിലുള്ള നീതി ഉറപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ല. തന്റെ സമരത്തിന് പിന്നിൽ രാഷ്ട്രീയമില്ല. തന്റെ വേദനയ്ക്കും നഷ്ടങ്ങൾക്കും പരിഹാരം മാത്രമാണ് തേടുന്നത്. അത് വൈകുന്നതിൽ സങ്കടമുണ്ടെന്നും നീതി ലഭിക്കും വരെ സമരം തുടരുമെന്നും ഹർഷീന വ്യക്തമാക്കി. 24 കോഴിക്കോട്.